അവിടെ ഏട്ടനും അവളും കൂടിയുള്ള പ്രേമം നടന്നുകൊണ്ടിരിക്കുക. വരാൻ പറഞ്ഞില്ലേ? ഇപ്പൊ വരാന്ന് പറഞ്ഞു. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. സാർ എന്താ പ്രത്യേകിച്ച്? അതിനുത്തരം പറയേണ്ടത് പത്മ തന്നെയാണ്. എല്ലാവരും അത് തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാവരെയും കൂടി എനിക്ക് അറിയിക്കാനുണ്ട്. കഴിഞ്ഞ കുറേ കാലമായി കമ്പനി കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ വിശ്രമമില്ലാതെ ഓടി നടക്കുന്നുണ്ട്. കമ്പനിയെ പരമാവധി നേട്ടത്തിലെത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതിൽ തർക്കമില്ല. പക്ഷേ ഇപ്പൊ ഞാനൊരു റെസ്റ്റ് ആഗ്രഹിക്കുന്നു. പത്മ, താൻ എന്താ ഈ പറയുന്നത്? ഞാൻ പറഞ്ഞു തീരട്ടെ. കുറച്ചു നാളത്തേക്ക് ഈ തിരക്കളിൽ നിന്ന് എനിക്കൊന്ന് മാറി നിൽക്കണം. ഐ മീൻ ഒരു 2-3 months. കമ്പനിയിലെ പ്രശ്നങ്ങളൊന്നും മനസ്സിൽ വയ്ക്കാതെ മറ്റു പ്രഷേഴ്സ് ഒന്നും എടുക്കാണ്ട് എനിക്ക് എവിടെയെങ്കിലും ഒന്ന് യാത്ര ചെയ്യണം. നോ പത്മ, കമ്പനി കാര്യങ്ങളിൽ താനില്ലാതെ ഒട്ടും ശരിയാവില്ല. അധികം സ്ട്രെയിൻ ചെയ്യാതെ മറ്റുള്ളവരെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് തനിക്ക് തുടരാവുന്നതല്ലേ ഉള്ളൂ. നോക്കണം പത്മ, നിങ്ങളുടെ കമ്പനിയുടെ വളർച്ച കൃത്യമായി രേഖപ്പെടുത്തുന്ന ഒരാളാണ് ഞാൻ. ഓരോ വർഷവും ഉണ്ടാകുന്ന വളർച്ചാ വ്യതിയാനങ്ങളിൽ പത്മ ഇൻഡസ്ട്രീസിന്റെ പേര് തന്നെയാണ് ആദ്യം. പെട്ടെന്നിങ്ങനെ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ? പെട്ടെന്നല്ല, വളരെ ആലോചിച്ചെടുത്ത തീരുമാന. ഇക്കാര്യത്തില് എനിക്ക് മാറി ചിന്തിക്കാനില്ല. അടുത്ത 3 മാസം എൻ്റെ എല്ലാ അധികാരങ്ങളും സൈനിങ് പവർ അടക്കം ഞാൻ മറ്റൊരാൾക്ക് കൈമാറുക. ഓ, മനസ്സിലായി. നന്ദിനി ഒപ്പിടുന്നതിന് താഴെ ഒപ്പിടില്ല എന്ന ഈഗോ. അച്ഛാ, വെറുതെ ആവശ്യമില്ലാത്ത മത്സരത്തിന് നിൽക്കേണ്ടെന്നൊന്ന് പറഞ്ഞേക്ക്. ഞാൻ അങ്ങനെ ഒരു മത്സരമൊന്നും ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് പൂർണ്ണമായിട്ട് ഇച്ചിരി റെസ്റ്റ് വേണം. സോ എനിക്ക് പകരം ഒരാളുണ്ടായേ പറ്റൂ. സർ, ഞാൻ പറയുന്ന നോമിനിക്ക് സൈനിങ് പവർ അടക്കം അധികാരം കൈമാറാൻ നിയമപരമായ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? ലീഗലായ തടസ്സങ്ങളൊന്നുമില്ല. ബട്ട് അല്ല, സാറിന്റെ ജൂനിയർ രാകേഷിനെ കൊണ്ട് ഞാൻ പേപ്പേഴ്സൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഓ, ഇനി എനിക്ക് പകരം വരുന്ന ആള് അതിൽ സൈൻ ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഓ, അപ്പോ പത്മ ഇത് മുൻകൂട്ടി തീരുമാനിച്ചു? യെസ്. ഇവിടെ എന്തൊക്കെയാ മോളെ നടക്കുന്നത്? ഇതാരാ പത്മ മേഡത്തിന്റെ പകരക്കാരൻ? രാജേട്ടൻ മിണ്ടായിരുന്നേ. നമുക്കൊരു ബന്ധമില്ലാത്ത കാര്യത്തിൽ നമ്മൾ ഇടപെടാൻ പോകുന്ന എന്തിനാ? നമുക്ക് അടുക്കളയിലേക്ക് പോവാം. നന്ദിനി, താൻ അവിടെ നിൽക്ക്. സംസാരിക്കുന്നത് കമ്പനി കാര്യങ്ങളാ. സോ കമ്പനിയിൽ എനിക്ക് പകരം ചാർജുള്ള താൻ ഇവിടെ ഉണ്ടായിരിക്കണം. മാഡം, പകരം വരുന്ന ആരാന്ന് പറഞ്ഞില്ല. അല്ല,
അതിത്രയ്ക്ക് ചോദിക്കാനുണ്ടോ ആനന്ദ്? എത്രയോ കാലമായിട്ട് കമ്പനിയുടെ പ്രൊജക്ട് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാ ഞാൻ. അതുകൊണ്ട് ആൻറ്റിക്കൊരു പകരക്കാരനെ പുറത്തുനിന്ന് കണ്ടെത്തേണ്ട ആവശ്യമുണ്ടോ? ആൻറ്റിയുടെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ഞാൻ ഭംഗിയായിട്ട് ചെയ്തോളാം. എനിക്ക് പകരം വരുന്നത് വിജയല്ല. മനസ്സിലായി. കമ്പനി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് കുറച്ചു മുൻപ് മമ്മി എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ അത് ഇത്ര പെട്ടെന്ന് മമ്മി പ്രാക്ടിക്കൽ ആക്കുമെന്ന് ഞാൻ കരുതിയില്ല. മമ്മി കാര്യങ്ങൾ പറഞ്ഞു തന്നാ മതി, ഞാൻ പെട്ടെന്ന് പഠിച്ചോളാം. നീയല്ല. പിന്നെ ഞാനാണോ മമ്മി? കാര്യം ശരിയാ, എന്റെ കോഴ്സ് പൂർത്തിയായിട്ടില്ല. പക്ഷെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ത്യാഗം ചെയ്യാൻ ഞാൻ തയ്യാറാ. നാളെ മുതൽ കമ്പനി പോണെങ്കിലേ ഞാൻ പോവാം. ഐ ആം വെരി സോറി. എനിക്ക് പകരം വരുന്ന ആള് ഈ കുടുംബത്തിനകത്തുനിന്നല്ല. കുടുംബത്തിനകത്ത് നിന്നല്ലാതെ പിന്നെ? രാജു, എന്താ മാഡം? എന്റെ മുറിയിൽ ഒരാളിരിപ്പുണ്ട്, പോയി വിളിച്ചിട്ട് വരും. ശരി മാഡം. പത്മ, താൻ എന്തായി കാണിക്കുന്നത്? നമ്മുടെ കമ്പനിയിൽ തനിക്ക് പകരം വരാൻ യോഗ്യത വേറെ ആർക്കാ ഉള്ളത്? ഇപ്പൊ കാണാലോ. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യ്.